അരിത്തമെറ്റിക് സീക്വൻസ് എന്ന യൂണിറ്റിൽ നമ്മൾ അല്പം കൂടി വിശാലമായിട്ട് അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് സീക്വൻസ്, നമ്പർ സീക്വൻസ് നമുക്ക് കാണാം. 4, 8, 12, 16, 1, 1 and 1/2, 2, 2 and 1/2, 4, 6, 10, 8, 3, 5, 7, 9 etc. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. 8 - 4 4 ആണ് കോമൺ ഡിഫറൻസ്. 12 / 8 4, 16 / 12 4. കോമൺ ഡിഫറൻസ് ഇവിടെ സെയിം ആണ്. ഇവിടെയും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും കോമൺ ഡിഫറൻസ് ഹാഫാണ്. അപ്പം ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ദിസ് ഓൾസോ 6 - 4 2, 8 - 6 2. സോ ദിസ് ഓൾസോ അരിത്തമെറ്റിക് സീക്വൻസ്. 3, 5, 7 ദിസ് ഓൾസോ. എന്താണ് നമുക്ക് വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്? എന്ത് ഡെഫിനിഷൻ പറയാൻ പറ്റും? എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് നമ്പർ സീക്വൻസ് ഏത് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ഒരു ഫിക്സഡ് നമ്പർ ആവർത്തിച്ച് ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിന് പറയുന്ന പേരാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്, ഇവിടെ ഹാഫാണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. So this is the definition for arithmetic sequence. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. Consider another sequence 10, 8, 6 etc. കോമൺ ഡിഫറൻസ് എന്താണ്? 8 - 10 -2 ആണ്. 6 - 8 -2. സോ ദിസ് ഓൾസോ, അതായത് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയെങ്കിലും അതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഇവിടെ ഏതാണ്? 20 - 24 -4, 16 - 20 -4. സോ ദിസ് ഓൾസോ ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. സോ നമുക്ക് അതിൻ്റെ ഡെഫിനിഷന് ഒന്നും കൂടെ കാണാം. ഇവിടെ an arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. And then next നോക്കിയേ, the constant difference got by subtracting from any term the just previous term is called common difference of an arithmetic sequence. രണ്ടും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നു, അല്ല തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടുന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി, അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് എഴുതി. ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എ സീക്വൻസ് ഇൻ വിച്ച് വി ഗെറ്റ് ദ സെയിം നമ്പർ ഓൺ സബ്ട്രാക്ടിങ് ഫ്രം എനി ടേം ദ ടേം ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇറ്റ്. അതായത് ആഡ് ചെയ്ത് പോകുന്നത് മാത്രമല്ല ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നോക്കിയേ, 8 - 10 അവിടെ നമുക്ക് കിട്ടിയത് -4 ആയിരുന്നു. 6 - 8 എന്ന് പറയുന്നത് -2. 6 - 8 -2. സോ ദിസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സോ 3, 6, 9 ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. 3, 9, 27 etc. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം 9 - 3 എന്ന് പറയുന്നത് 6 ആണ്. 27 - 9 എന്ന് പറയുന്നത് 6 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സോ ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, ഏതാണ് സീക്വൻസ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലായി. നമുക്ക് പേജ് നമ്പർ 18 എക്സസൈസിലേക്ക് കിടക്കാം. ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമുക്ക് ക്ലിയറായി. ദെൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പേജ് നമ്പർ 18. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഗിവ് റീസൺസ് ഫോർ ദ അരിത്തമെറ്റിക് സീക്വൻസ്. റൈറ്റ് ഡൗൺ ദ കോമൺ ഡിഫറൻസ് ഓൾസോ. താഴെ തന്നിരിക്കുന്നവ നമ്മൾ ചെക്ക് ചെയ്യണം, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലയോ എന്ന്. ഫസ്റ്റ് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് 1, 3, 5, 7 etc. ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 - 2, 3 - 1 2, 5 - 3 2, 7 - 5 2. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, നമുക്ക് സംശയമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 ആണ് ഈവൻ നമ്പേഴ്സ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 - 2 2, 6 - 4 2, 8 - 6 2. Therefore it is an arithmetic sequence. The next sequence of fractions got as half the odd numbers. അതായത്
ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 1, 3, 5, 7 എക്സെട്ര ആണ് അതിൻ്റെ ഹാഫ്. അപ്പോൾ 1/2 വരുന്നു, 3/2 വരുന്നു, 5/2, 7/2 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നു. 3/2 മൈനസ് 1/2 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കിയേ 5/2 മൈനസ് 3/2 നോക്കുമ്പോൾ നമുക്ക് 1 ആണ് ഡിഫറൻസ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സ് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. 2ൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? 2^1, 2^2, 2^3 എക്സെട്ര. 2^1 എന്ന് പറയുന്നത് 2, 2^4 എന്ന് പറയുന്നത് 2, 2^3 എന്ന് പറയുന്നത് 8. കോമൺ ഡിഫറൻസ് നോക്കിക്കേ. 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. 8 മൈനസ് 4 എന്ന് പറയുന്നത് 4. സോ ഇതിൻ്റെ ഡിഫറൻസ് സെയിം അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ദെൻ ഫിഫ്ത്ത് വണ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഏതാ വരുന്നത്? 1/1, 1/2, 1/3 എക്സെട്ര. കോമൺ ഡിഫറൻസ് നോക്കാം. 1/2 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/2. 1/3 മൈനസ് 1/2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/6. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു പിക്ചറുണ്ട്, അതൊന്ന് കാണാം നമുക്ക്. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഇവിടെ നമുക്ക് 3 പിക്ചേഴ്സ് കാണാനായിട്ട് പറ്റുന്നു. ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ് ഡു ദ നമ്പേഴ്സ് ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവ് റീസൺസ്. അതായത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ കളർ ചെയ്തിരിക്കുന്ന പോർഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ അതൊരു സീക്വൻസ് ആണോ എന്നാണ് ക്വസ്റ്റ്യന്. നമുക്ക് കളർ ചെയ്ത ഭാഗം മാത്രം ഒന്ന് കൗണ്ട് ചെയ്തെടുക്കാം. ഇവിടെ 8 ആണ്. ആദ്യത്തേൽ കളർ ചെയ്തത് 8, രണ്ടാമത്തെ കളർ ചെയ്ത ഭാഗം എന്ന് പറഞ്ഞാൽ 12 ഉണ്ട്, മൂന്നാമത്തെ 16 ഉണ്ട്, ദെൻ 20 എക്സെട്ര. അങ്ങനെ അങ്ങ് പോവാം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ. അതായത് 12 മൈനസ് 8 എന്ന് പറയുന്നത് 4 ആണല്ലോ. 16 മൈനസ് 12 എന്ന് പറയുന്നത് 4. സോ കോമൺ ഡിഫറൻസ് ഈസ് സെയിം. ദെർഫോർ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. സീ ദ പിക്ചേഴ്സ്. നമുക്ക് ഫിഗർ ഒന്ന് കാണാം. ടെക്സ്റ്റിൻ്റെ അകത്ത് ഫിഗർ കാണാം. അതായത് സീ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഓക്കെ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോ റെക്റ്റാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്. രണ്ടാമത്തേത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. മൂന്നാമത്തേതിൽ how many squares in all. Continuing this pattern is each sequences of numbers and arithmetic sequence. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ക്വസ്റ്റ്യന്. അപ്പം നമുക്ക് ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഹൗ മെനി സ്മോൾ ട്രയാങ്കിൾസ് ആർ ദെയർ. സോ ഹൗ മെനി സ്മോൾ ട്രയാങ്കിൾസ് ആർ ദെയർ. ആദ്യത്തേതിൽ എത്ര ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആട്ടോ. ആദ്യത്തേൽ 2 സ്ക്വയേഴ്സ് ഉണ്ട്, രണ്ടാമത്തേൽ 4 വരുന്നു, മൂന്നാമത്തേൽ 6, 8 എക്സെട്ര. ദെൻ സെക്കൻഡ് പാർട്ട് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ലാർജ് സ്ക്വയേഴ്സ് ആദ്യത്തേതിൽ 0 ആണ്, ഇല്ല. പിന്നെ രണ്ടാമത്തേതിൽ 1 ഉണ്ട്, ലാർജ് സ്ക്വയർ വരുന്നത് 1 ആണ്. മൂന്നാമത്തേതിൽ 2 വരുന്നു, നാലാമത്തേതിൽ 3 വരുന്നു. ടോട്ടൽ സ്ക്വയേഴ്സ് ചോദിച്ചിരിക്കുകയാണ്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. എന്നൊക്കെ ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ 2 ഉണ്ട്, രണ്ടാമത്തേൽ 4, അടുത്തേൽ 6, അടുത്തേൽ 8 പ്ലസ് പിന്നെ ഉള്ളത് ഇവിടെ 0 ആണ്, പിന്നെ 1, 2, 3. സോ ടോട്ടൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിക്വേർഡ് സീക്വൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഇസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് 2, 5, 8, 11. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 മൈനസ് 2 3 ആണ്. 8 മൈനസ് 5 എന്ന് പറയുന്നത് ഏതാ വരുന്നത്? 3 ആണ് വരുന്നത്. 11 മൈനസ് 8 എന്ന് പറയുന്നത് 3 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് ആൻ arithmetic sequence. It's continuing like this. Continuing this pattern, such a sequence of numbers and arithmetic sequence. So ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സ്റ്റെയർ കേസ്, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഇൻ ദ സ്റ്റെയർ കേസ്
shown here, the height of the first step is 10 centimeter and 10 centimeters and the height of each step after it is 17.5 centimeter. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കാണാൻ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ 17.5 കൂടിയാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിങ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. അതായത് ഇവിടെ നിന്ന് ഒരാളിങ്ങനെ കയറി പോവുകയാണെങ്കിൽ മുകളിൽ വരുമ്പോഴത്തേക്കും അത് എത്ര ആവുമെന്നാണ് ക്വസ്റ്റ്യന്. നമുക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പിൽ 10 ആണ്, പിന്നത്തെ 27.5, പിന്നത്തെ 45 എക്സെട്ര. റൈറ്റ് ദീസ് ആസ് എ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് 10, 27.5, 45, പിന്നെ 45 പ്ലസ് 17.5 കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത ടൈം കിട്ടുന്നു. സോ ഇറ്റ് ഈസ് ആൻ സീക്വൻസ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്, ഇൻ ദിസ് പിക്ചർ the perpendiculars to the bottom line are equally spaced. Prove that continuing like this the length of the perpendiculars form an arithmetic sequence. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാനായിട്ട് പറ്റുന്നു. ഇത് ഇങ്ങനെ, ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഓരോ പെർപെൻഡിക്കുലേഴ്സ് കാണാം, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലേഴ്സ് കാണാം. പ്രൂവ് ദാറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ചില കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാം. ഇവിടെ നോക്കിയേ, പി ക്യു എന്ന് പറയുന്നത്, പി ക്യു അതായത് ഇത് ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ക്യു ഇസ് ഈക്വൽ ടു ക്യു ആർ ആണ്. ഇതും ഈക്വലാണ്, ഇതുമെല്ലാം ഈക്വലാണ്, ഇവർ തമ്മിൽ ഈക്വലാണ്. അതുകൊണ്ട് പി ക്യു ഇസ് ഈക്വൽ ടു ക്യു ആർ എന്ന് എഴുതാം. പി ക്യു ഇസ് ഈക്വൽ ടു എ ബി, പി ക്യു ഈക്വൽ ടു ക്യു ആർ ആണ്, ഉറപ്പായിട്ടും പി ക്യു ഇസ് ഈക്വൽ ടു എ ബിയും ഈക്വലാണ്. നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളൊന്ന് ചേർത്തായിരുന്നു, ഇത് ഇവിടെ എങ്ങനെ ഒന്ന് ചേർത്ത് വരച്ചു. അപ്പം നമുക്കിവിടെ റൈറ്റ് ട്രയാങ്കിൾസ് കാണാനായിട്ട് പറ്റുന്നു. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ സി ഡി ഇ. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു സി ഡി ആണ്, ഇത് രണ്ടും ഈക്വലാണ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും 90 ഡിഗ്രിയാണ്, ഇത് രണ്ടും ഈക്വലാണ്. ആംഗിൾ സിയും ആംഗിൾ എയും ഈക്വലാണ്. കാരണം ഇത് 90 ആണെങ്കിൽ ഇത് ഇവിടെ ഉള്ള രണ്ട് ഇത് എന്താണ് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 വരണമല്ലോ. അപ്പോൾ ഇതും എയും സിയും ഈക്വലാണ്, എയും സിയും ഈക്വൽ. ദെർഫോർ ദ എബോവ് ടു ട്രയാങ്കിൾസ് ആർ, അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വലാണെന്ന് പറയാൻ പറ്റുന്നു, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ പറ്റും, ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ബി സി ഇസ് ഈക്വൽ ടു ഡി ആണ്. ആ ഫിഗറിൽ ബി സി ഇസ് ഈക്വൽ ടു ഡി എന്ന്. ദെർഫോർ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഇവിടെ ഈ പെർപെൻഡിക്കുലേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗം ഈക്വൽ ആണെന്ന് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഈ ഭാഗം ഈക്വൽ ആണെന്ന് പറഞ്ഞു വെച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ പെർപെൻഡിക്കുലേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന്. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനോട് നമുക്ക് കാണാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഈസ്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ്, എക്സ് എൻ ഈസ് ഈക്വൽ ടു എൻ ക്യൂബ് മൈനസ് 6n² പ്ലസ് 13n മൈനസ് 7. ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ n ഈസ് ഈക്വൽ ടു 1 എന്ന് ആദ്യം കൊടുക്കുക. എക്സ് എൻ ഈസ് ഈക്വൽ ടു 1 കൊടുത്തിട്ട് x1 ഈസ് ഈക്വൽ ടു എന്നിനെല്ലാം 1 കൊടുക്കുക. 1 ക്യൂബ് മൈനസ് 6n² പ്ലസ് 13 ഇൻറ്റു 1 മൈനസ് 7 ആണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറയുന്നത് 1 ആണല്ലോ, മൈനസ് 6 ഇൻറ്റു 1² എന്ന് പറയുന്നത് 1 മൈനസ് 6 പ്ലസ് 13 ഇൻറ്റു 1 എന്ന് പറയുന്നത് 13 മൈനസ് 7. ദാറ്റ്സ് ഈക്വൽ ടു 1 കിട്ടുന്നു. x2 എന്ന് പറയുന്നത് എന്നിന് 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 2 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 2² പ്ലസ് 13 ഇൻറ്റു 2 മൈനസ് 7. ദാറ്റ്സ് ഈക്വൽ ടു 8 മൈനസ് 24 പ്ലസ് 26 മൈനസ് 7 ഇസ് ഈക്വൽ ടു 8 പ്ലസ് 10 8 പ്ലസ് 2 മൈനസ് 7 ഇസ് ഈക്വൽ ടു 10 മൈനസ് 7. ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. x3 എന്ന് പറയുന്ന എന്നിന് നമ്മൾ 3 എന്ന് കൊടുക്കുകയാണ്. അപ്പം 3 ക്യൂബ് മൈനസ് 6 3² പ്ലസ് 13 ഇൻറ്റു 3 മൈനസ് 7. അതായത് എന്നിന് ഈ എക്വേഷൻ്റെ അകത്ത് എന്നിന് നമ്മൾ 1 2 3 എക്സ്ട്രാ എന്ന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ x3 എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. അടുത്തത് x4 n ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കുന്നു. നമ്മൾ അതിൻ്റെ സം കാണുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടുന്നു. നമുക്ക് കിട്ടിയത് 1 3 5 13 ആയിരുന്നു സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കണം. 3 മൈനസ് 1 2 ആണ്, 5 മൈനസ് 3 2. പക്ഷേ 13 മൈനസ് 5 എന്ന് പറയുന്നത്
2 അല്ല. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്.